1000 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള പ്രയാസത്തിന്റെയും ദുരന്തത്തിന്റെയും ദുരിതത്തിന്റെയും വാർത്തകൾ കേൾക്കുമ്പോൾ, ആ കാഴ്ചകൾ കാണുമ്പോൾ, ആ ഒരു പ്രയാസം തന്റേതു കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ, അതിൽ ചെറിയൊരു വിഷമം ഹൃദയത്തിൽ എവിടെയോ ഒളിപ്പിക്കാനും മാത്രം ഹൃദയവിശാലതയും നമുക്കുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന, നമ്മുടെ അയൽപക്കത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പലതും നാം വിസ്മരിച്ചു കളയാറുണ്ട്, നാം മറന്നുപോകാറുണ്ട്. സൂചിപ്പിച്ചു വരുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരളത്തിൽ നടന്ന എന്തുകൊണ്ടും അതിഭയാനകമായ, ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന, എന്നാൽ ഇന്നതൊരു സ്ഥിരം വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചു തന്നെയാണ്. പ്രായം ചെന്ന 2 ദമ്പതിമാർ, മറ്റാരും അവരെ തുണക്കാനില്ല, അവർക്ക് കൂട്ടിരിക്കാനില്ല. ആ ദമ്പതിമാരിലെ ഭാര്യയ്ക്ക്, അവർക്ക് കാഴ്ച ശക്തിയില്ല, സ്വന്തമായി എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ പ്രയാസം. വീട്ടുജോലികളൊക്കെ ചെയ്യുന്നത് അവരുടെ ഭർത്താവാണ്. ആ ഭർത്താവ് പുറത്തുപോയി വളരെ പ്രയാസപ്പെട്ട് ജീവിതത്തെ തള്ളി നീക്കുകയാണവർ. മക്കളൊന്നുമില്ല അവർക്ക്. അതിനിടയ്ക്ക് ആ ഭർത്താവ് വീട്ടിൽ മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ട വാർത്ത, തന്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് അയൽവാസികളോട് ചെന്നു പറയാൻ പോലും കെൽപ്പ് ആ ഉമ്മക്കില്ല. തന്റെ ആ ഭർത്താവിന്റെ തൊട്ടടുത്തിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ, ആ ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാൻ ശേഷിയില്ല, കാഴ്ചയുമില്ല, ഭക്ഷണം കിട്ടാതെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ മരണം ആ ഉമ്മ സ്വീകരിച്ചത്, പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിലാണ്. നാട്ടുകാരോ അയൽവാസികളോ ഇവരെക്കുറിച്ച് അന്വേഷിച്ചില്ല. ആ പൊളിഞ്ഞു വീയാറായ ആ ഓടിട്ട വീടിന്റെ പൊട്ടിയ ഓടുകളുടെ വിടവിലൂടെ അടുക്കളയിൽ നിന്ന് ആകാശത്തേക്ക് പുക ഉയരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവിടുത്തെ അയൽവാസികൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മരണപ്പെട്ട് 2 ആഴ്ചകൾ കഴിഞ്ഞ് ആ ഉമ്മയും മരണപ്പെട്ട്, ആ ഭാര്യയും മരണപ്പെട്ട്, അവരുടെ ഭർത്താവും മരണപ്പെട്ട്, ആഴ്ചകൾക്കു ശേഷം ആ വീട് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ എന്ന ആ ദുർഗന്ധത്തിന്റെ കേന്ദ്രം അന്വേഷിച്ചപ്പോഴാണ് ആ വാതിൽ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറിയപ്പോ 2 ശരീരങ്ങൾ, വരണ്ടുപോയ, ജാഫായി കിടക്കുന്ന 2 ശരീരങ്ങളെ കാണുന്നത്. പ്രിയമുള്ളവരെ, എവിടെ പോയി അവരുടെ അയൽവാസികൾ? നമുക്കുമില്ലേ ഇതുപോലെ അയൽവാസികൾ? നമ്മുടെ അയൽവാസികളെ നാം പരിഗണിക്കാറുണ്ടോ എന്ന് നമ്മളെന്താ കരുതുക? അവരൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല, അവിടെ എല്ലാം എളുപ്പമാണ്, നമ്മളെക്കാൾ സൗകര്യത്തിലും സുഖത്തിലുമാണ് അവര്. നാം ചിന്തിക്കാറുണ്ടോ നമ്മുടെ അയൽവാസികളെ കുറിച്ച്? അവരുടെ അടുപ്പ് പുകയുന്നതിനെക്കുറിച്ച് നമ്മൾ നല്ല തിരക്കിലാണ്, നമ്മൾ ജീവിതത്തിൽ നെട്ടോട്ടമോടാണ്. അതിനിടയിൽ അയൽവാസിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ അല്പസമയമെങ്കിലും തന്റെ പ്രിയതമയോട്, തന്റെ ഭർത്താവിനോട്, നമ്മുടെ വീട്ടുകാര്യത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അയൽവാസിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ, അവരെന്ത് കഴിച്ചുവോ, അവർ ഭക്ഷണം വെക്കാറുണ്ടോ, അവർ നല്ല വസ്ത്രം ഉടുക്കാറുണ്ടോ, എന്താണ് അവരുടെ അവസ്ഥ, ജോലിയുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കാൻ, പ്രിയമുള്ളവരെ, നമുക്ക് ബാധ്യതയുണ്ട്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ്. ആ അയൽവാസി, ഞാൻ എന്റെ രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളാണ്, എന്റെ ആദർശത്തിലുള്ളയാളാണ്, എന്റെ കൗമാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല എന്നാണ്. ആ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് നമ്മുടെ കണ്ണുകൾ പായിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ഒരു സംശയവുമില്ല, ഒരു വിശ്വാസിക്ക് ഏറ്റവും കടപ്പാട് പടച്ച റബ്ബിനോടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ബന്ധങ്ങളെക്കുറിച്ച്, ചില കടമകളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. സൂറത്തു നിസാഇന്റെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുതേ. തൊട്ടുശേഷം ചേർത്തു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണം. വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ,
മിസ്കീനായ ആളുകളോട്, യതീമായ ആളുകളോട്, സ്വന്തം കുടുംബക്കാരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണേ. തൊട്ടുശേഷം പറയുന്നത് വൽ ജാരിദിൽ ഖുർബാ, കുടുംബ ബന്ധമുള്ള അയൽക്കാരനോടും, വൽ ജാരിൽ ജുനുബി, കുടുംബ ബന്ധമില്ലാത്ത അയൽക്കാരനോടും നല്ല നിലയിൽ വർത്തിക്കണേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഞാൻ അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അള്ളാഹുവിനോടുള്ള കടമ പറഞ്ഞ്, മാതാപിതാക്കളോടുള്ള കടമ പറഞ്ഞ്, കുടുംബ ബന്ധത്തെയും പാവപ്പെട്ടവനെയും ഒക്കെ ചേർത്ത് പറഞ്ഞപ്പോ അയൽവാസിയെക്കുറിച്ച് പറഞ്ഞു. രണ്ട് തരത്തിൽ പറഞ്ഞു. കുടുംബക്കാരായ അയൽവാസികളും കുടുംബ ബന്ധമില്ലാത്ത അയൽവാസികളും അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് സൂറത്ത് നിസാഇന്റെ 36-ാമത്തെ ആയത്തിലൂടെ പടച്ച റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തി. ആ അയൽവാസികളെ അവഗണിക്കുന്ന, അയൽവാസി മരണപ്പെട്ടോ എന്ന് പോലും തിരിച്ചറിയാതെ, വിശക്കുന്നത് പോട്ടെ മരണപ്പെട്ടു എന്നതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അയൽപക്ക ബന്ധങ്ങൾ ശിഥിലമായി പോകുമ്പോഴാണ് വിശ്വാസികൾക്കിടയിൽ എങ്ങനെയായിരിക്കണം അയൽപക്ക ബന്ധം എന്ന് നാം തിരിച്ചറിയേണ്ടത്. കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അയൽവാസികളുമായിട്ടുള്ള ബന്ധം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ആര് വിശ്വസിക്കുന്നുണ്ടോ, ഫൽയുക്രിം ജാറഹു, അവന്റെ അയൽവാസിയെ അവൻ ആദരിക്കട്ടെ. പരിഗണിക്കട്ടെ എന്നോ സ്നേഹിക്കട്ടെ എന്നോ ഭക്ഷണം കൊടുക്കട്ടെ എന്നൊന്നല്ല പറഞ്ഞ്, ആദരിക്കട്ടെ. പരിഗണനയുടെ ഏറ്റവും വലിയ ദറജ, ഏറ്റവും വലിയ പൊസിഷൻ ആദരിക്കട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും പറയാണ്, വഅഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യുകയെങ്കിൽ തകുൻ മുഅ്മിനൻ, നിനക്ക് നല്ല ഒരു വിശ്വാസിയായി മാറാൻ കഴിയും. എന്നാലേ കഴിയൂ. അയൽവാസിക്ക് നന്മ ചെയ്യുമ്പോഴാണ് ഒരാള് വിശ്വാസിയായി മാറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മാത്രമല്ല, പരലോകത്ത് പടച്ച റബ്ബിന്റെ അടുക്കൽ നല്ല ഒരു അയൽക്കാരനെ രേഖപ്പെടുത്തുമെന്നാൽ നമ്മളെ കൂട്ടത്തിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. ആരാണ് അയൽക്കാരൻ എന്നറിയോ? ഖൈറുൽ ജീറാനി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽക്കാരൻ എന്ന് പറയുന്നത് ഖൈറുഹും ലിജാരിഹി, അവന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. ഏറ്റവും നല്ല രൂപത്തിൽ അയൽവാസിയെ പരിഗണിക്കുന്നവനാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസിയായിട്ട് രേഖപ്പെടുത്തുക, ശ്രേഷ്ഠനായ അയൽക്കാരനായി രേഖപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി. മാത്രമല്ല, ഒരാള് നല്ലവനാണോ ഒരാള് മോശക്കാരനാണോ എന്ന് അയൽവാസിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ ഒരാൾ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, കൈഫലി അന അഅലമു ഇദാ അഹ്സൻതു വ ഇദാ അസഅതു, ഞാനൊരു നല്ലവനാണ്, ഞാനൊരു തിന്മ ചെയ്യുന്നവനാണോ അതല്ല നന്മ ചെയ്യുന്നവനാണോ എന്ന് എനിക്ക് എങ്ങനെയാണ് റസൂലെ മനസ്സിലാവുക എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന് പറഞ്ഞത്, ഇദാ സമിഅത ജീറാനക, നിന്റെ അയൽവാസിയിൽ നിന്ന് നീ കേൾക്കുകയാണെങ്കിൽ, യഖൂലൂൻ, നിന്റെ അയൽവാസി പറയുകയാണ്, ഖദ് അഹ്സൻത, ഈ മനുഷ്യൻ നല്ലതാ ചെയ്യുന്നത്, ഇവൻ നല്ലവനാണ് എന്നവന്റെ അയൽവാസി പറഞ്ഞാൽ ഫഖദ് അഹ്സൻത, എങ്കിൽ നീ നല്ലവനാണ്, എങ്കിൽ നീ ചെയ്യുന്നത് നന്മയാണ്. അതേപോലെ തിരിച്ചും പറഞ്ഞു, വഇദാ സമിഅതുഹും യഖൂലൂൻ, നിന്റെ അയൽവാസി പറയാണ് ഖദ് അസഅത്, അവൻ മോശക്കാരനാണ്, അവൻ ചീത്തയാണെന്ന് നിന്റെ അയൽവാസി പറഞ്ഞാൽ നീ ചീത്തയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പറ്റി, നമ്മുടെ അയൽവാസിയോട് മറ്റൊരാൾ ചോദിച്ചാൽ എന്തു പറയാനുണ്ട് ആ മനുഷ്യന് നമ്മെപ്പറ്റി, എന്തു പറയാനുണ്ട് ആ സുഹൃത്തിന് നമ്മെപ്പറ്റി? പ്രിയമുള്ളവരെ, ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, അയൽവാസിക്ക് ഒരു നന്മയും തടയരുതേ, അയൽവാസിക്ക് ഒരു നന്മയും തടയരുത്. പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. നമ്മളെത്രയാണെങ്കിലും അവനത് കിട്ടണ്ട, ആ നന്മ അവന് കിട്ടേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ മാത്രം ഹൃദയം ചിലപ്പോൾ ശുഷ്കിച്ചു പോകാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യംനഉ ജാറുൻ ജാറഹു അൻ യഅ്സിസ അൻ യഅ്രിസ ഹസ്ബഹു ഫീ ജിദാരി, ഒരു അയൽവാസിയും തടയരുതേ. ഒരു അയൽവാസി വന്ന് നമ്മുടെ ചുമരിൽ, നമ്മുടെ മതിലിൽ ഒരു മരത്തടി നാട്ടിവെച്ചാൽ
എന്തിനാണ് ഇതിവിടെ നാട്ടിവെച്ചത് എന്ന് ചോദിക്കരുതേ, അതിനെ തടയരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, വെള്ളം പോലും തടയുന്നവരുണ്ട്. വെള്ളം പോലും തടയുന്നവർ 2 ബക്കറ്റാണ് ആകെ കൊണ്ടുപോകുന്നത്. അത് അയൽവാസി കൊണ്ടുപോകേണ്ട എന്നു കരുതി വീടിന്റെ മുന്നിലുള്ള ടാപ്പ് ലോക്കാക്കിയിടുന്ന ആളുകളുണ്ട്. കിണറിന്റെ ആ ഒരു കയറും ആ ഒരു തൊട്ടിയും അത് എടുത്തു മാറ്റി വെക്കുന്നവരുണ്ട്. വെള്ളം പോലും നൽകാതെ ആ മരമൊന്ന് നമ്മൾ മുറിച്ചു കൊടുത്താൽ ആ അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരു വാഹനം സുഗമമായി കടന്നുപോകും. നമുക്കറിയാം, മുറിച്ചു കൊടുക്കൂല. നമ്മൾ ഒരടി സ്ഥലത്ത് ഇതിലൂടെ വാഹനം കടത്തി വിട്ടോളൂ, ഒരു മതിലും പൊളിക്കേണ്ടതില്ല. ആ വീട്ടിലൊരു പ്രായം ചെന്ന ഉമ്മയുണ്ട്. എല്ലാ ആഴ്ചയിലും ആ സ്ത്രീയെ ഡയാലിസിസിന് കൊണ്ടുപോകുന്നുണ്ട്. കസേരയിൽ എടുത്തു വെച്ചാ കൊണ്ടുപോകുന്നത്. നമ്മൾ അധികമൊന്നും വാശി കാണിക്കാതെ എന്റെ മുന്നിലൂടെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. നമ്മുടെ മതിലിന്റെ കോർണർ അതൊന്ന് വളച്ചു കൊടുത്താൽ ആ സാധുവിന്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ കയറിപ്പോവും. പക്ഷെ വളച്ചു കൊടുക്കൂല. പ്രിയമുള്ളവരെ, അയൽവാസിക്ക് ഉപദ്രവം ചെയ്യരുതേ എന്ന് ഗൗരവത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. എത്രത്തോളം എന്നറിയോ? ഒരിക്കൽ അവിടുന്ന് പറയാണ്, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് സത്യം, വിശ്വാസിയാകൂല. ഒരു തവണയല്ല പറഞ്ഞത്, 3 തവണ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. സ്വഹാബാക്കൾ ഇത് കേട്ടിട്ട് തരിച്ചുപോയി. ആരെപ്പറ്റി അത് പറഞ്ഞത്? അവർ ചോദിക്കുന്നുണ്ട്, മൻ യാ റസൂലല്ലാഹ്, ആരെപ്പറ്റിയാ പ്രവാചകരെ ഇത് പറഞ്ഞത്? ആരെപ്പറ്റിയാണ് പ്രവാചകരെ ഇത് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇകഹു, ആരുടെ അക്രമത്തിൽ നിന്നാണോ, ആരുടെ ഉപദ്രവത്തിൽ നിന്നാണോ അവന്റെ അയൽവാസി നിർഭയനല്ലാതിരിക്കുന്നത്, ആരാണോ അയൽവാസിയെ ഉപദ്രവിക്കുന്നത് അവൻ വിശ്വാസിയാവുകയില്ല. അതെന്തിന്റെ പേരിലായാലും ശരി, ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഒരു മരം മുറിച്ചു കൊടുക്കുന്നതിന്റെ പേരിലാണെങ്കിലും ശരി, പ്രിയമുള്ളവരെ, വിശ്വാസിയാകൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. സ്വഹീഹുൽ ബുഖാരിയിലെ 6016 ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2 സ്ത്രീകളെ പറ്റി ചോദിക്കപ്പെട്ടു. 2 സ്ത്രീകളെ പറ്റി ചോദിക്കപ്പെട്ടു. അതിൽ ഒന്നാമത്തെ സ്ത്രീയെ പറ്റി പറഞ്ഞത്, ഇന്ന ഫുലാനത്തൻ, പ്രവാചകരെ ഒരു സ്ത്രീയുണ്ട്, തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുകയും പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്. വതഫ്അലു, ധാരാളം സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുന്നുണ്ട്. വതസദ്ദഖൂ, ധാരാളം സ്വതക്കകൾ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ വതുഅദി ജീറാനഹാ ബിലിസാനിഹാ, അവൾ നാവ് കൊണ്ട് അയൽവാസിയെ ആക്രമിക്കുന്നുണ്ട്. നാവുകൊണ്ട് അയൽവാസി ഉപദ്രവിക്കുന്നു. പകല് മുഴുവൻ നോമ്പെടുത്ത് രാത്രി മുഴുവൻ നമസ്കരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വതക്ക കൊടുത്തു, പക്ഷേ നാവ് കൊണ്ട് അയൽവാസി ഉപദ്രവിക്കുന്നുണ്ട്. അവരെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്തെന്നറിയോ? ലാ ഖൈറ ഫീഹാ, ഒരു നന്മയില്ല, ഒരു നന്മയുമില്ല അവളിൽ. ഹിയ മിൻ അഹ്ലിന്നാർ, നരകത്തിന്റെ ആളാണ്. അഹ്ലിന്നാർ, നരകത്തിന്റെ ആളാണ്. രണ്ടാമതൊരു സ്ത്രീയെപ്പറ്റി ചോദിക്കപ്പെട്ടു, ഫുലാനത്തുൻ തുസല്ലിയൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങളെ നിർവഹിക്കുന്നുള്ളൂ. വതസദ്ദഖു ബി അസ്വാരിൻ, ഉണങ്ങിയ ആ ഒരു വെണ്ണ മാത്രമേ അവള് സ്വതക്ക കൊടുക്കാൻ അവളെ കയ്യിലുള്ളൂ. വലാ തുഅദി അഹദ, പക്ഷെ ഒരാളെ ആക്രമിക്കൂല, ഒരാളെയും കുറ്റം പറയില്ല. ഒരു നമീമത്തും ഈബത്തും പരിഹാസവും ഒന്നും ആ സ്ത്രീയിലില്ല. പ്രവാചകരെ, അവളെപ്പറ്റി എന്തു പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവള് സ്വർഗത്തിന്റെ ആളാണ് എന്നാണ്. പ്രിയമുള്ളവരെ, സ്വന്തത്തോടാണ് ചോദിച്ചു നോക്കേണ്ടത്. ഇത് സ്ത്രീകളെപ്പറ്റി മാത്രം പറഞ്ഞ വിഷയമല്ല. നമ്മളും ആലോചിക്കുക. നമസ്കരിക്കുന്നു നമ്മൾ, പള്ളിയിൽ നേരത്തെ വരുന്നു നമ്മൾ, നോമ്പ്, അതേപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിന്റേതായ ചിഹ്നങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുണ്ട്, സംഘടനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അയൽവാസിയെ ചീത്ത പറയുന്നു, അയൽവാസി ഉപദ്രവിക്കുന്നു, അവന് ഹക്കായി കിട്ടേണ്ട പലതും നമ്മൾ തടയുന്നു, അവനെപ്പറ്റി പലതും ഇല്ലാത്തതും ഉള്ളതുമായത് പലതും പറഞ്ഞു പരത്തുന്നു നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ ഖൈറ ലഹ എന്ന് പറഞ്ഞതുപോലെ നമ്മിലും ഒരു നന്മയുമില്ല എന്ന ഘട്ടത്തിലല്ലേ നമ്മൾ ഉണ്ടാവുക. പ്രിയമുള്ളവരെ, അയൽവാസിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അതിസൂക്ഷ്മമായി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഗൗരവം സൂചിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു ബിൽ ജാർ,
അയൽവാസിയുടെ വിഷയത്തിൽ എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു, ആ അയൽവാസിക്ക് അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ആർക്കാ അനന്തര സ്വത്ത് കിട്ടുക? ആർക്കാ അനന്തര സ്വത്ത് കൊടുക്കുക? അത് അയൽവാസിക്കും കൂടി കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം അയൽവാസികളെ പറ്റി എനിക്ക് ജിബ്രീൽ വസിയത്ത് നൽകി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മാത്രമല്ല, അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നമ്മളേറെ കേട്ട സുപരിചിതമായ ഒരു ഹദീസ് ഉണ്ട്. യാ അബാദർറിൻ, അബൂദർറെ, ഇദാ തബഖ്ത മറഖത്തൻ, നീ ഒരു കറി ഉണ്ടാക്കിയാൽ, നീ വിശിഷ്ടമായ ഒരു കറി നിന്റെ വീട്ടിലുണ്ടാക്കിയാൽ, ഫഅക്സിർ മാഅഹ, അതിൽ വെള്ളം ചേർത്തിട്ടെങ്കിലും, വതആഹദ് ജീറാനക, നിന്റെ അയൽവാസികളെ പരിഗണിക്കണമെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ വിശിഷ്ടമായി നമ്മൾ പലതും ഉണ്ടാക്കും. ചിലപ്പോൾ അയൽവാസിക്ക് കൊടുക്കാനൊന്നും ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ ആ ഭക്ഷണത്തിന്റെ സുഗന്ധം അയൽവക്കത്തെ വീട്ടിലെ കൊച്ചുകുട്ടികളുടെ മൂക്കിലെത്തിയേക്കാം, അവരാഗ്രഹിച്ചേക്കാം, അവർ കൊതിച്ചു പോയേക്കാം. സുഭിക്ഷമായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികൾ ഒരുപക്ഷെ നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാവാം. പ്രിയമുള്ളവരെ, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് വെള്ളം ചേർത്തിട്ടെങ്കിലും കൊടുക്കണമെന്നാണ്. നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുള്ളതിൽ വെള്ളം ചേർത്ത് കൊടുക്കാനല്ല, ഇല്ലെങ്കിൽ വെള്ളം ചേർത്തതൊന്ന് നീട്ടി അതിൽ നിന്ന് നമ്മളും അവരും കഴിക്കുക എന്നതാണ്. ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ടതാണ്. ഇങ്ങനെയും ഇസ്ലാം അയൽവാസികളെ കുറിച്ച് പറഞ്ഞിട്ടും പലപ്പോഴും അയൽവാസികൾ മരണപ്പെടുന്നത് തിരിച്ചറിയാതെ പോകുന്നു. ആഴ്ചകൾക്കു ശേഷം പോലും അവരെ പോയി അന്വേഷിക്കുന്നിടത്ത് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. പ്രിയമുള്ളവരെ, അയൽവാസികളെ കുറിച്ച് ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഈ താക്കീതുകൾ, കടമകൾ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുവഴി പരലോകത്ത് വിജയം കൈവരിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണേ, ക്രമപ്പെടുത്തണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. സ്വന്തത്തെ മറക്കാതെ വസിയത്ത് നൽകുകയാണ്. അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, അർബഉൻ മിനസ് സആദ, ദുനിയാവിൽ 4 സൗഭാഗ്യങ്ങളുണ്ട്. ഒരു മനുഷ്യന് കിട്ടുന്ന 4 സൗഭാഗ്യങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് തന്റെ സ്വഹാബാക്കൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് ഒന്നാമതായിട്ട് പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, നല്ല ഇണ, സ്വാലിഹത്തായ ഭർത്താവ്, സ്വാലിഹത്തായ ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ ഒന്ന് ആ മനുഷ്യന് കിട്ടിയെന്നാണ്. വൽ മസ്കനുൽ വാസിഉ, സൗകര്യങ്ങളുള്ള ഒരു വീട്, ഒന്ന് കിടന്നുറങ്ങാനും ഒന്നിരിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സൗകര്യമുള്ള ഒരു വീടുണ്ടെങ്കിൽ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ രണ്ടാമത്തേത് ആ മനുഷ്യന് കിട്ടി. മൂന്നാമതായിട്ട് പറഞ്ഞത് വൽ ജാറു സ്വാലിഹു, നല്ലവനായ ഒരു അയൽക്കാരനെ കിട്ടിയോ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ മൂന്നാമത്തേത് അവന് കിട്ടിയെന്നാണ്. നാലാമതായിട്ട് പറഞ്ഞത് മർക്കബുൽ ഹനീഉ, ഇണക്കമുള്ളൊരു വാഹനം, ഉദ്ദേശിച്ചിടത്തേക്ക് അതിൽ ഇന്ധനമടിച്ചാൽ എത്താൻ ആ വാഹനത്തിന് കെൽപ്പുണ്ടോ എങ്കിൽ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ നാലാമത്തതും അവന് കിട്ടിയെന്നാണ്. മൂന്നാമതായിട്ട് പറഞ്ഞ അയൽവാസിയുടെ വിഷയം, പ്രിയമുള്ളവരെ, നല്ലവനായ നല്ല ഒരു അയൽക്കാരനെ കിട്ടണോ എങ്കിൽ നാം പ്രവർത്തിക്കേണ്ടത്, നാം ചെയ്യേണ്ടത്, ഇസ്ലാം പഠിപ്പിച്ച കടമകൾ ആ അയൽവാസിയിലേക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, മുസ്ലിങ്ങളുടെ തൊട്ടടുത്തുള്ള ഭൂമിക്കും അവരുടെ അയൽവാസിയായി കിട്ടുക എന്നതിനെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും വലിയ പരിഗണനയാണ് കൊടുത്തിരുന്നത്. കാരണം അവർ നമ്മെ പരിഗണിക്കും എന്നത് അവർ പഠിപ്പിക്കപ്പെടുന്നു അവരുടെ കിതാബിലൂടെ എന്ന് മുസ്ലിങ്ങളല്ലാത്തവർ പോലും മനസ്സിലാക്കിയിരുന്നു എന്നാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽവാസി എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരുപാട് കടമകൾ മനുഷ്യന് പരസ്പരമുണ്ട്. കുടുംബത്തോടുള്ള കടമ, മാതാപിതാക്കളോട്, മക്കളോട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കടമയെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചത്, അയൽവാസികളുമായിട്ടുള്ള കടമ. നമുക്ക് സ്വർഗം, നമ്മൾ നല്ലവനാണോ ചീത്തയാണോ എന്നുപോലും തിരിച്ചറിയാൻ അയൽവാസിയുടെ ഒരു വാക്ക് മതി.
എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അയൽവാസിയുമായി നല്ല നിലയിൽ വർത്തിച്ച് നല്ല മുസ്ലിമായി, മുത്തക്കിയായി, മുഅ്മിനായി സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ആളുകളിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളുണ്ട് റബ്ബേ. ചിലതൊക്കെ ആവർത്തിച്ച് കടന്നു വന്നവയുമുണ്ട് റബ്ബേ. അവയെല്ലാം പുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഇടം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയവരിൽ ഞങ്ങളുടെ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ബന്ധുജനങ്ങളുണ്ട്, അയൽക്കാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, അയൽക്കാരുണ്ട് റബ്ബേ. അവരുടെ എല്ലാം ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ.